ഗായ്സ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു ഫിഷ് ഗ്രില്ലിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ എൻ്റെ ഒരു ചേട്ടന്റെ കുളത്തിൽ കുറച്ച് മീൻ പിടിക്കുകയായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴേ നല്ലൊരു ആസാം വാള കിട്ടി. ആസാം വാള ഇതിനെ ഇന്ന് ഗ്രില്ലടിക്കണം, അതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ പോവാം നമുക്ക് സൈറ്റിലോട്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട്. കമോൺ. ഇവന്റെ മുള്ളിന് ആദ്യം ഒന്ന് ഓടിക്കുന്നതാണ് സീന്. ഇതാണ് ടാസ്ക്. അയ്യോ, ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് മീനിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഈ മസാല പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസാലയുടെ നമ്മൾ തേക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ഉള്ളിലിറങ്ങി, എന്നാലേ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുള്ളൂ മീനിന്. ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ 2.5 കിലോ സൈസുള്ള മീനാണ്. അതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പിന്നെ മുളക് പൊടി, പിന്നെ ലേശം ഇതിൻ്റെ കണക്കിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി ഗൈസ്, കുറച്ച് ഉപ്പ് വേണം. അതിന് ഉപ്പ്, ഒരു സാധനം വിട്ട് ഗൈസ്. അപ്പോൾ ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം മസാല. കുറച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വീത്തിയ ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമ്മൾ പിന്നെ ഈ പേസ്റ്റ് ആക്കാതെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഇത് കടൽ മീനല്ലല്ല, ഇത് കായൽ മീൻ, വളർത്തു മീനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ പേസ്റ്റ് ആക്കാത്തത്, ഇടിച്ചെടുത്തത്. ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ. ആയിക്കോട്ടെ, മസാലയൊക്കെ നല്ല രീതിയിൽ
ഈ ഇടകളിലൊക്കെ ഇറങ്ങി കിട്ടും നല്ല രീതിയിൽ, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിനകത്ത് കുറച്ച് തേച്ച് കൊടുക്കാം ഗ്യാപ്പിൽ. ഇല്ലേ അപ്പോൾ കുറച്ച് മസാല കൂടുതലെടുത്തത് തന്നെ, കാരണം ഇത് കുറച്ച് നേരം ഇതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ പിടിച്ചതിന് ശേഷം മസാല പിരളാത്ത സ്ഥലത്ത് മസാല നമുക്ക് ബാക്കി തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കാം. അതിന് ഒരു അരമണിക്കൂർ. അപ്പോൾ ഇതാ തീ കത്തിക്കുകയാണേ. ചിരട്ടക്കരി കിട്ടിയില്ല, അതാണ് പിന്നെ ഇത് നമ്മളെവിടെ ചിരട്ടക്കരി കിട്ടണമെങ്കിൽ ഒരു 10 കിലോമീറ്ററൊക്കെ പോകണം. ഇവിടെ ചിരട്ടക്കരി അവൈലബിൾ കുറവാണ്. ഇതിനെന്തായാലും കത്തിച്ച് എന്തായാലും തീ നല്ല രീതിയിലൊന്ന് കത്തി പുക ഒന്ന് മാറട്ടെ, പുക. എന്നിട്ട് നമുക്ക് ഫിഷ് എടുത്ത് ആ ഗ്രില്ലിൽ വയ്ക്കാം. അപ്പോൾ ബാക്കിയിരുന്ന മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 മണിക്കൂറായി. ബാക്കിയിരുന്ന മസാല ഇവിടെ തേച്ച് പിടിപ്പിച്ചിട്ട് തീയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിനെ അങ്ങ് ഗ്രില്ലിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷിനെ ഇതാ ഗ്രില്ലിൽ വയ്ക്കാൻ പോവുകയാണ്. ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമുള്ള നാരങ്ങ തോന്നുന്നു. അപ്പോൾ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ അല്ല ഇതിൽ, പിന്നെ നമ്മുടെ നെയ്യുടെ അംശം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, സ്വല്പം പാം ഓയിൽ ഒഴിച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല, നല്ല ചൂട്. നല്ല ചൂട് ഗൈസ്. അപ്പം നമ്മൾ മീൻ മറിച്ചിട്ടുണ്ട്.
കാണിക്കാൻ പറ്റിയില്ല, അത് ഗ്രില്ലില്ലായിരുന്നു. അപ്പോൾ അത് ടാസ്ക് ഉള്ള ജോലിയായിരുന്നു. എന്തായാലും നമ്മളെ മറിച്ചിട്ട് മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ അതിൻ്റെ മറു സൈഡ് നല്ല നാരങ്ങ പിഴിഞ്ഞ് വിത്താണ്. ഗൈസ്, അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായി വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ കല്ല് പൊക്കി വെച്ച് ഏകദേശം ഒരു പൊക്കത്തിന് വെച്ചതുകൊണ്ട് പതുക്കെ പതുക്കെ വെന്ത് വരുന്നുള്ളൂ. എന്തായാലും പകുതി അരവേവായിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിനകത്ത് ഏകദേശം നമുക്കിതിൽ നിറക്കാം ഇതിനെ ഗ്രില്ലിൽ നിന്ന്. ഇത് ഇത്രയും പൊക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഗ്രില്ല്. നമ്മൾ ഈ കനൽ ഇല്ലാത്തതുകൊണ്ട് തീ ഇടുമ്പോൾ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ് സംഭവം ഇത്ര ഹൈറ്റ് കൊടുത്തത്. സംഭവം ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഗൈസ്, അപ്പോൾ ഫിഷ് എല്ലാം ഗ്രില്ലായിട്ടുണ്ടേ. ഫിഷ് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഡെക്കറേഷനായിട്ട് ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, പിന്നെ പിഴിഞ്ഞ് വിത്താനായിട്ട് നാരയ്ക്ക, ക്യാബേജ് എല്ലാം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജോയിൻ്റ് ആയിട്ട് കഴിക്കാനായിട്ട് കപ്പ നമ്മൾ വറട്ടിയെടുത്തിട്ടുണ്ട്. കപ്പ നല്ല രീതിയിൽ ഇടിച്ച് ഇളക്കി കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കപ്പ എടുത്ത് ഇതിൻ്റെ ശകലം പീസായിട്ട് ശകലം ഒന്ന് പിടിച്ചു നോക്കാം, ഒരു പിടി എങ്ങനെയെന്ന്, ടേസ്റ്റ് എങ്ങനെയെന്ന്. ഒരു കാര്യം മറന്നു ഗൈസ്, ശകലം നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വിത്തണം. എന്തായാലും നാരങ്ങ പിഴിഞ്ഞ് വിത്താൻ കിട്ടണില്ല. നാരങ്ങ കയ്യിൽ നിൽക്കില്ല. എന്താ നല്ലത്? മച്ചന്മാരെ സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ. ഞാൻ വിചാരിച്ച ആസാം വാള ഇത്ര ടേസ്റ്റ് കിട്ടൂലെന്ന് ഞാൻ ആണ് വിചാരിച്ചത്. പക്ഷെ പൊളിച്ച്. ആ നാരങ്ങയുടെ ടേസ്റ്റും അല്ലേ, കുരുമുളകിന്റെ ടേസ്റ്റും എല്ലാം ആയിട്ട് നല്ല പഞ്ഞു പോലെ ഇരിക്കണം അല്ലേ. എങ്ങനെ പോരെ? എടു മുഖമൊക്കെ എടു കഴിക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞ് വെച്ച സൂപ്പറായിരുന്നു അല്ലേ മസാട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, പോലീസ് സാറിന് നല്ല സൂപ്പർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആസാം വാള നിങ്ങൾ ഗ്രില്ല് ചെയ്ത് തുറന്ന് കഴിച്ചു നോക്കിയാണ്. സൂപ്പർ. പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്, പഞ്ഞു പോലെ. ആ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വീത്തുമ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ, ഉപ്പില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് കിട്ടൂല.
പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്ര സൂപ്പർ ആയിരിക്കും. ഇതിന്റെ ഈ ഒരു ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വിചാരിച്ചതിനേക്കാൾ കൊള്ളാം. കുറച്ച് ക്യാബേജ് അപ്പോൾ നമ്മളെ ഫിഷ് ഗ്രില്ല് വീഡിയോ, ഫിഷ് ഗ്രില്ല് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഫ്രണ്ടിൽ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.